കഴിഞ്ഞ 6 വർഷത്തിനിടെ 21 ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ലേഖന പരമ്പരകളുടെ സമാഹാരമായ ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ പുസ്തകം കോഴിക്കോട് പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. മംഗളം മലപ്പുറം സീനിയർ റിപ്പോർട്ടർ VP നിസാർ എഴുതിയ പുസ്തകം മാക്ബത്ത് പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയത്. പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം മാസ്റ്റേഴ്സ് ഹോക്കി സംസ്ഥാന ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ജനയുഗം മലപ്പുറം ബ്യൂറോ ചീഫ് സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S. ബിജു, കോഴിക്കോട് പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ VE ബാലകൃഷ്ണൻ, ANI ലേഖകൻ NP സക്കീർ പ്രസംഗിച്ചു. മാക്ബത്ത് പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ MA ഷഹനാസ് സ്വാഗതവും VP നിസാർ നന്ദിയും പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മംഗളം ദിനപത്രം മലപ്പുറം സീനിയർ റിപ്പോർട്ടറായ VP നിസാർ എഴുതിയ 7 വാർത്താലേഖന പരമ്പരകളുടെ സമാഹാരമാണ് ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ എന്ന പുസ്തകമായി പുറത്തിറങ്ങിയത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. സ്റ്റേറ്റ്സ്മാൻ ദേശീയ മാധ്യമ അവാർഡ്, കേരള നിയമസഭ മാധ്യമ അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ മാധ്യമ അവാർഡ്, യുവജനക്ഷേമ ബോർഡിന്റെ യുവ പ്രതിഭ മാധ്യമ പുരസ്കാരം, കേരളീയം VK മാധവൻകുട്ടി മാധ്യമ അവാർഡ് ഉൾപ്പെടെയുള്ള മാധ്യമ അവാർഡുകൾ നേടിയ ലേഖന പരമ്പരകളാണ് പുസ്തകത്തിലുള്ളത്. ഞാൻ പത്രപ്രവർത്തന മേഖലയിൽ ഏതാണ്ട് 20 വർഷത്തിലപ്പുറം നിൽക്കുന്ന ഒരാളാണ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത അവാർഡുകൾ സംഘടിപ്പിച്ച് ഞങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നിസാർ കടന്നു പോകുമ്പോൾ മനസ്സിലുള്ളൊരു സന്തോഷമാണ്. അസൂയല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ പരിപാടിയിൽ പറഞ്ഞു, നമ്മുടെ ഒന്നും ജേർണലിസ്റ്റിക് സ്കിൽ അളക്കാനുള്ള ഒരു അവാർഡ് വന്നിട്ടില്ല. അത് കാരണം ഇത് നമ്മളൊക്കെ ഇതിലൊക്കെ അപ്പുറം അവാർഡ് കമ്മിറ്റിക്ക് അപ്പുറം കഴിവുകളുള്ള ആളായതുകൊണ്ട് ഈ അവാർഡുകൾ വരാത്തതാണ്. പക്ഷെ സത്യതല്ല, ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, എളുപ്പമല്ല. ഇപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ നോക്കൂ, നിങ്ങൾ ആ പേജ് നമ്പർ 17 അല്ലേ, 17 വാർത്താലേഖന പരമ്പരകൾക്ക് ലഭിച്ച അവാർഡ്. ഞാൻ ജസ്റ്റ് അക്കാര്യം അതാണല്ലോ ഈ പുസ്തകത്തിന്റെ ഹൈലൈറ്റ്. സ്വർഗം തേടി നരകം ഭരിച്ചവർ 2020 എഴുതിയ പുസ്തകമാണ്. സ്വർഗം തേടി നരകം ഭരിച്ചു. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ച വിഷയമാണ്. ഇവിടുന്ന് സിറിയയിലേക്ക് പോകുന്നു, അതുമായി ബന്ധപ്പെട്ട എഴുതിയിട്ടുള്ള പല ലേഖനങ്ങളും സർക്കാരിന്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ലേഖനങ്ങളാണ്. സാറിനെ പറ്റി പറയാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹം മാധ്യമ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. ജേർണലിസവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുമ്പോൾ മലപ്പുറത്ത് ഞാൻ ഏറെ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന ഒരാളാണ് നിസാർ എന്ന് ഏറ്റവും ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്നാൽ അവാർഡിനുള്ള രീതിയായി എന്നുള്ളതാണ് നമ്മുടെ ഒരു സാമ്പ്രദായിക തട്ടിക്കൂട്ട്. പക്ഷെ അങ്ങനെയല്ല, നിസാറിന്റെ അത് അങ്ങനെയല്ല. ആദിവാസികളുടെ മേഖലയുള്ള പ്രശ്നം തൊട്ട് നമ്മൾ ഈ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട സിറിയയിലേക്ക് ഉള്ള ഒരു ആർട്ടിസ്റ്റുകളുണ്ടോ, അത് വരെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് മലയാളി കുട്ടികൾ അവിടെ വരെ എന്താണ് അവിടെ യുദ്ധത്തിന് വേണ്ടി ലോകത്തെ നിസാർ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു പരമ്പരയിലെ പലതും ഞാനിത് വായിച്ചു നോക്കിയൊന്നുമില്ല, ഞാനിത് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയതുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ പുസ്തകത്തെ കുറിച്ച് പറയാൻ സമയമില്ല. പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ എന്റെ ക്ലാസ്സിന്റെ സമയം ഞാൻ തന്നെ അവതരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതിയ പല വാർത്തകളും അതിന് കിട്ടിയ പുരസ്കാരങ്ങൾ, ആ ലേഖനങ്ങളൊക്കെ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റി അത് ജനങ്ങൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ. നിരന്തരമായ യാത്രകൾ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ ആളെ അന്ന് കാണാൻ കഴിയില്ല, ചിലപ്പോൾ നിൽക്കേണ്ടി വരും, തിരിച്ചന്നൊരു വരവ് സാധ്യമാവില്ല. അത്തരം കാര്യങ്ങൾ വളരെ എക്സ്പെൻസീവും വളരെ ശ്രമകരവുമായ ഒരു പദ്ധതിയാണ് പരമ്പരകൾ എഴുതി തീർക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ അതേക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടാവും.
അപ്പോൾ ആ പ്രയത്നങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഈ നിസാർ, ഞാൻ ഒരു ജേർണലിസ്റ്റാണ്, ഞാനും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ പോയി അന്വേഷിക്കാനും നമുക്കതിന് വേണ്ട സഹായവും എല്ലാ രീതിയിലും അതിന് കൂടെ നിൽക്കുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ച് ഇവിടെ കുട്ടികൾ കൊടുക്കണമെന്ന്, ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഉള്ള പ്രസ് ക്ലബ്ബുകളിൽ ആദ്യ പ്രയോറിറ്റി, അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലും പുസ്തകം എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊക്കെ നേതൃത്വം നൽകുന്ന, ആവേശം നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട പലരൊക്കെ. പിന്നെ നിസാറിനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകം ആദ്യം തന്നിട്ട് സംസാരിക്കാമെന്ന് പറയാൻ കാരണം നിങ്ങൾ അതിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, 2012 നമ്മുടെ നിസാർ മംഗളത്തിൽ മലപ്പുറത്ത് ജോയിൻ ചെയ്തു. 7-8 വർഷത്തെ അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊരുത്തപ്പെടൽ, നമ്മൾ ചെയ്യുന്ന പണിയുമായിട്ട് പൊരുത്തപ്പെടൽ, പ്രത്യേകിച്ച് ജേർണലിസം മേഖലയിൽ ഒരു ദിവസം കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല, ഒരു മാസം കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല. എത്രമാത്രം നമ്മൾ അറിവുള്ള ആളാണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും കൂടി ആ മേഖലയിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ട് അതിന്റെ വാർത്താ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു താളത്തിലെത്തണമെങ്കിൽ വളരെ സമയം വേണ്ടി വരുന്ന ഒരു പരിപാടി. എല്ലാവരും പുസ്തകം വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ബാലകൃഷ്ണൻ സാറിനുമായി സംസാരിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി വരുവാനും സമയവും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സമയം മറ്റും പറയുകയും ചെയ്തു. അതിനുള്ള എല്ലാവരോടും നന്ദി പറയാണ്. നമ്മുടെ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത പാലോളി അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹമാണ് എൻ്റെ പരമ്പരകളും ഈ എഴുത്തിലൊക്കെ പല രീതിയിലും സഹായിച്ചിട്ടുള്ളത്. അതിനോട് ഓർക്കുകയാണ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പുസ്തകം പുറത്തിറക്കാൻ സഹായിച്ച മാക്ബത്ത് പബ്ലിക്കേഷൻസ്, അവരോട് നന്ദി അറിയിക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ചും എൻ്റെ തുടക്കകാലത്ത് പത്രപ്രവർത്തന രംഗത്ത് എന്നെ എല്ലാവിധത്തിലും സഹായിച്ച സുരേഷ് മാഷയും, പുള്ളിപ്പോൾ ജനകത്തിൻ്റെ മലപ്പുറം ബ്യൂറോ ചീഫാണ്, ആകാശവാണി അതുപോലെ തന്നെ ദൂരദർശൻ റിപ്പോർട്ടറും കൂടെയാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ബിജു സാറിനോട് കാണാൻ പറ്റിയ സന്തോഷം പലതവണ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സക്കീർക്ക കോഴിക്കോട് നിന്ന് എപ്പോഴും ബന്ധപ്പെടുന്ന ആളാണ്. ഞാനും കഴിഞ്ഞ വർഷം മീഡിയ അക്കാദമിയുടെ അവാർഡ് വാങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇവലേട്ടന്. പുള്ളിക്ക് ഞാൻ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള മീഡിയ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തെ കാണാൻ പറ്റിയതും ഒരു സന്തോഷം. അതുപോലെ ഒന്നും സംസാരിക്കില്ല, എല്ലാവരും ഒറ്റവാദ്യം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പുസ്തകം വായിക്കണമെന്നും അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.